ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് കറിയാണ്, പൊട്ടറ്റോ കറിയാണ്. അത് വിത്തൗട്ട് ഓയിലായിട്ടാണ്. ആദ്യം അതിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ്, സവാള. എൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് എടുക്കുക, ഒരു 4-5 എടുക്കുക. അത് ചെറുതായിട്ട് ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വയ്ക്കുക. വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക, അത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ സവാള അരിഞ്ഞ് വയ്ക്കുക. സവാള അരിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് അരിഞ്ഞ് വയ്ക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടെ ഓരോ ടീസ്പൂൺ വീതം വെച്ചിട്ട് വറുത്തുകൊണ്ടിരിക്കുക. അത് വറുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് അത് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാലയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, മീറ്റ് മസാല വേണമെങ്കിൽ മീറ്റ് മസാല ആഡ് ചെയ്യാം. ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ആ ചട്ടി തന്നെ കഴുകിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സവാളയും തക്കാളിയും ഒരുമിച്ചിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വയ്ക്കണം. ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ലോ ഫ്ലെയിമിൽ വയ്ക്കും. അത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കഴിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടി മല്ലിപ്പൊടിയും വറുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇടുക. അതിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതുകഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണം, അത് കുറച്ചൊന്നും എല്ലാം സെറ്റാകാനായിട്ട്. അപ്പോൾ ചൂടുവെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അടച്ച് വയ്ക്കുക. നല്ലപോലെ തിളച്ച് നല്ലപോലെ വെന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക.